ഹായ് ഹലോ ഹാപ്പി സൺഡേ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയായിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്ത് ചെയ്യാനുണ്ട്. ഇത് ഞാൻ ആറ്റുനോറ്റ് വളർത്തിയെടുത്തിട്ടുള്ള എൻ്റെ കറിവേപ്പാണ്. നമ്മളിവിടെ താമസാക്കിയിട്ട് 6 വർഷമായി. ഇതിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം കറിവേപ്പിൻ്റെ തൈ കൊണ്ട് നട്ടുവെങ്കിലും ഇതുവരെയും അത് പിടിച്ച് സെറ്റായി കിട്ടിയിട്ടില്ല. ഇത് മണ്ണിലേക്ക് ഇറക്കി നട്ടിട്ട് ഇപ്പോൾ ഏകദേശം 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ അതിന് താങ്ങ് കൊടുത്തിട്ടില്ല. ഈ തണ്ടിൻ്റെ ആവശ്യം എനിക്കുള്ളതുകൊണ്ട് അതൊന്ന് അയച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു വട്ടയിലാണ് ഞാൻ ആ കറിവേപ്പ് വളർത്തിയിട്ടുണ്ടായിന്. അപ്പോൾ കറിവേപ്പ് മണ്ണിലേക്ക് മാറ്റി നട്ടതിന് ശേഷം ഇതിൽ ഞാൻ കോയറ തണ്ടുകൊണ്ട് നട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിടിച്ച് മുകളിലേക്ക് വളരട്ടെ. നെറ്റ് വാങ്ങിച്ച് കെട്ടി അതിലേക്ക് പടർത്താനാട്ടാ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ തണ്ടിലേക്ക് പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് നെറ്റ് സെറ്റാക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിന് ഈ ഒരു ചെടിയുടെ പേര്. അങ്ങനെ എടുക്കാൻ ഞാൻ തന്നെ ഈ ചെടിയുടെ പേരങ്ങ് കണ്ടുപിടിച്ചിട്ടാ, ബ്ലീഡിങ് ഹാർട്ട് വൈൻ. എന്തുകൊണ്ടായിരിക്കും ഈ ചെടിക്ക് ഈ ഒരു പേര് വന്നിട്ടുണ്ടാവുക? ഇതൊരു ബിഗോണിയാണ്. ഈ ഒരു ബിഗോണി നട്ടിട്ട് കുറേ കാലമായെങ്കിലും ആദ്യമായിട്ടാണ് ഇതിലിങ്ങനെ ഒരു പൂ കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. ഈ ഒരു റോസ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതാണെങ്കിലും ഒരു കൊലയിൽ തന്നെ ഒരുപാട് പൂക്കളുണ്ടാവും. ഇതിപ്പോൾ ചെറിയ തൈ ആയതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഇതിലിപ്പം 2-3 മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇത് വൈറ്റ് റോസിൻ്റെ കൊമ്പ് ഞാൻ മുറിച്ച് നട്ടതാണ്. പക്ഷേ ഇത് ഒരിക്കലും പിടിക്കുന്നത് വിചാരിച്ചിട്ടില്ല. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് അത് അവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു ചെടി ഞാൻ ഇന്നലെയാണ് കേട്ടോ വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തളിരയിൽ ഇതുപോലെ ഉണങ്ങിയിട്ട് കാണുന്നുണ്ട്. എന്തോ ഇനി വേര് പിടിച്ചിട്ടോ എന്തോ. റീപ്പോർട്ട് ചെയ്ത് നട്ടിട്ട് 2-3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. വെയിലത്തെടുത്ത് വെച്ച തപത്തായോ എന്നുള്ളത് അറിയില്ല. ഈ ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് കൊറോണ ടൈമിലാണ് കേട്ടോ. ഇത് ഒരുപാട് പഴയതായിട്ട് മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതിൽ എന്തെങ്കിലും നടണം. അത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ. ഇതൊരു തണൽ മരമാണ്. ഇതിൻ്റെ ഇല ഏത് സമയവും ഈ ഒരു കളറിൽ തന്നെ ഉണ്ടാവുക. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇതെൻ്റെ റെഡ് ലേഡി ചാമ്പയാണ്. ഇത് ഇവിടെ ഇല്ലതുകൊണ്ട് തന്നെ ഈ സൈഡ് നല്ല തണലാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കുറച്ച് ചെടികൾ വേര് പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പല കളർ ബോഗൺവില്ലയുടെ കട്ടിങ്സ് ആണ്. ഇതെല്ലാം ഒന്ന് വേര് പിടിച്ചിട്ട് വേണം പുതിയ ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു പണികളിവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം.